മൂകാംബികാദേവി ദക്ഷിണേന്ത്യയിലെ പ്രമുഖമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ മൂകാംബികാദേവി ക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കൊല്ലൂരിൽ. മൂകാംബികാദേവി ശക്തി, സരസ്വതി, ലക്ഷ്മി എന്നീ 3 ദേവതാമൂർത്തികളുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശക്തിദേവിയാണ്. ദേവി ജ്ഞാനത്തിൻ്റെയും കലകളുടെയും ദേവതയായി വിശ്വസിക്കപ്പെടുന്നു. മൂകാംബികാദേവിയുടെ വിശേഷങ്ങളെപ്പറ്റി പറയാം. ആദ്യത്തേത് ക്ഷേത്രത്തിൻ്റെ പൗരാണികം. മൂകാസുരൻ എന്ന ദുഷ്ടാസുരനെ വധിക്കാൻ ദേവി മൂകയായത് എന്ന വിശ്വാസത്താലാണ് മൂകാംബിക എന്ന പേരിന് അടിസ്ഥാനമായി വന്നത്. ദേവി മഹാവിഷ്ണുവിനും മഹാദേവനുമൊപ്പം അസുരനെ വധിച്ച് ഭക്തരുടെ രക്ഷയ്ക്കായി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്തതായി അറിയപ്പെടുന്നു. ദേവിയുടെ രൂപം. ദേവിയെ സുവർണ പ്രതിമയായി കാണുന്നു. മൂകാംബികാദേവിയെ ഉഷസ്, പ്രഭ, പകലിൻ്റെ ഉജ്ജ്വലത എന്നിവയിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രകാശമായി കാണുന്നു. പുണ്യനദി. ക്ഷേത്രത്തിനടുത്തുള്ള സൗപർണിക നദി ആത്മശുദ്ധി കൊണ്ടുവരുവാൻ വിശുദ്ധമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ദേവിയുടെ പ്രധാന മന്ത്രം. മൂകാംബികാദേവിയുടെ പ്രധാന മന്ത്രം ശ്രീ ചണ്ഡികാപാരായണം അല്ലെങ്കിൽ ശ്രീ മൂകാംബികാ സ്തോത്രം എന്നിവയാണ്. പിന്നീട് ചൊല്ലുന്ന മന്ത്രങ്ങളും ഏറ്റവും പ്രശസ്തമാണ്. ശ്രീ മൂകാംബികായേ നമഃ. മന്ത്രം ചൊല്ലുന്നതിനുള്ള ചിട്ടകൾ. ആദ്യത്തേത് ശുദ്ധി. മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച് ശരീരവും മനസ്സും ശുദ്ധമാക്കുക. രണ്ടാമത്തേത് ധ്യാനം. ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദീപം തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുക. മൂന്നാമത്തേത് മന്ത്രജപം. മന്ത്രം 108 തവണയോ അല്ലെങ്കിൽ 1008 തവണയോ ജപിക്കുകയാണ് വേണ്ടത്. ഇതിനായി ജപമാല ഉപയോഗിക്കാവുന്നതാണ്. തുളസിയോ രുദ്രാക്ഷമാലയോ ഉപയോഗിച്ച് മന്ത്രം ജപിക്കാവുന്നതാണ്. നാലാമത്തെ കാര്യം ശ്രദ്ധ. പ്രാർത്ഥനയിൽ മുഴുവൻ ശ്രദ്ധയും സമർപ്പണവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അഞ്ചാമത്തെ കാര്യം മന്ത്രം ചൊല്ലുന്നതിനുള്ള നിശ്ചിത ദിവസം. നവരാത്രി, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളിൽ ദേവിയുടെ പൂജയും മന്ത്രജപവും കൂടുതൽ ഫലപ്രദമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വിശ്വാസം. മന്ത്രം ജപിക്കുന്നതിന് എത്രയും വിശ്വാസത്തോടെ ആയിരിക്കണം. ദേവിയുടെ അനുഗ്രഹം ഉറപ്പായും ലഭ്യമാകുകയും ചെയ്യും. മൂകാംബികാദേവി ഭക്തരുടെ മനസ്സിലെ ഇഷ്ടദേവതയായി നിലനിൽക്കുന്നു. അമ്മയുടെ അനുഗ്രഹം ആത്മീയവും ഭൗതികവുമായ സംരക്ഷണവും നൽകുന്നു.
മൂകാംബികാദേവിയുടെ കഥ. മൂകാസുരൻ എന്ന മഹാദുഷ്ടൻ ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനെ ആരാധിച്ച് അന്ധധാർമ്മികമായ അനുഗ്രഹങ്ങൾ നേടിയിരുന്നു. താൻ നേടിയ ശക്തികൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭൂമിയിൽ പീഡനങ്ങൾ സൃഷ്ടിച്ചു. ഭഗവതി മൂകാസുരനെ സംഹരിക്കാൻ മഹത്തായ ശക്തിയായ മൂകാംബിക ദേവിയായി അവതാരമെടുത്തു. ദേവി അയാളെ വധിച്ചതിനു ശേഷം ഭക്തരുടെ അനുഗ്രഹപ്രകാരം, അഭ്യർത്ഥന പ്രകാരം കോളൂരിൽ സ്ഥിരമായി സ്ഥിതി ചെയ്ത് ഭക്തർക്ക് ശരണം നൽകാൻ കുടികൊള്ളുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പൗരാണികത. മൂകാംബിക ക്ഷേത്രം ചരിത്രപരമായി പൂർണ്ണമായും പവിത്രമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാം. ഒന്നാമത്തേത് ആദിശങ്കരാചാര്യരുടെ സംഭാവന. ആദിശങ്കരാചാര്യരുടെ സംഭാവന. മൂകാംബികാദേവിയുടെ ആരാധനാ രീതികൾ സ്ഥാപിക്കുകയും ക്ഷേത്രം പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തത് ആദിശങ്കരാചാര്യനാണ്. അവിടുത്തെ ദേവി ഗായത്രി, ചണ്ഡിക, ലക്ഷ്മി എന്നിവയുടെ സമന്വയമായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശക്തിപീഠം. മൂകാംബിക ക്ഷേത്രം 64 ശക്തിപീഠങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കുന്നു. സൗപർണിക നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം ആത്മീയ പരിസരത്തിലൂടെയാണെന്ന് അറിയപ്പെടുന്നു. മൂകാംബികാദേവിയുടെ രൂപവും പ്രതീകവും. ദേവിയെ ചതുർഭുജയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഒരു കൈയിൽ ശംഖവും മറ്റൊരു കൈയിൽ ചക്രവും, ബാക്കി കൈകളിൽ ഗദയും കമലവും. ദേവിയുടെ ശരീരത്തിൽ ചന്ദനവും കുങ്കുമവും മുഖ്യ ഘടകങ്ങളാണ്. പാറയിലും ചെമ്പിലും സ്വർണത്തിലും നിന്നുള്ള പ്രതിമ ദേവിയുടെ മഹത്വത്തിൻ്റെ സൂചനയാണ്. മൂകാംബികാദേവിയെ ആരാധിക്കുവാൻ അനുയോജ്യമായ ചില ആചാരങ്ങളെ പറ്റി പറയാം. ഒന്ന്, നിത്യപൂജ. ഭക്തർ ദിവസേന ദീപം തെളിച്ച് ദേവിയോട് നന്ദി പ്രകടിപ്പിക്കാം. 2, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിൽ ദേവിയുടെ ആരാധന വളരെ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 3, നവരാത്രി. നവരാത്രി ആഘോഷം മൂകാംബിക ദേവിയുടെ വലിയ പുണ്യദിനമായി തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. 4, ദേവിയുടെ സമർപ്പിത മന്ത്രങ്ങൾ. ശ്രീ മൂകാംബിക സ്തോത്രം, അർജുന നയനം എന്ന സ്തുതി ദേവിയുടെ ശക്തിയെ മഹത്വപ്പെടുത്തുന്നു. മൂകാംബിക ദേവിയുടെ മന്ത്രങ്ങൾ, പ്രധാന മന്ത്രങ്ങൾ പറയാം. ഓം ഐം ഹ്രീം ക്ലീം
ചാമുണ്ടായ വിച്ചേ നമ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ നമ. അടുത്തതാണ് ശ്രീ മൂകാംബികാദേവി സർവജ്ഞാനപ്രദായിനി. ശ്രീ മൂകാംബികാദേവി സർവജ്ഞാനപ്രദായിനി. ഈ രണ്ട് മന്ത്രങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്.